ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ 27ാമത്തെ നോമ്പ്, അതായത് നമ്മുടെ ഈ കൊല്ലത്തെ അവസാനത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ആർഭാടങ്ങളോ ഒന്നുമില്ലാത്തൊരു ചെറിയൊരു നോമ്പ് തുറയുടെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് എങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാലത്ത് ഇത് ഉണ്ണികൾക്കുള്ള ഫുഡാണ് കേട്ടോ. കാലത്ത് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ നാളികേര ചട്നിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ദോശയൊന്നും ഉണ്ടാക്കാത്ത കാരണം നല്ല രീതിയിലൊന്നും എനിക്ക് കിട്ടണില്ല കേട്ടോ ഇതിൽ നിന്ന്. പക്ഷെ അങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചട്നിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ പരിപാടികളൊക്കെ വേഗം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ദോശയായിട്ടുണ്ട്, ചട്നി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിൻ്റെ ശേഷം ഞാനൊന്ന് ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അരിയും അല്ലാതെ ഒരുമിച്ചിട്ട് തന്നെ വെക്കേണ്ടി കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റണില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോണിൻ്റെ പ്രോബ്ലം, അത് കാരണം കൊണ്ടാണ് കേട്ടോ. വീഡിയോസൊക്കെ ഞാൻ എല്ലാതും എടുക്കുന്നുണ്ട്, പക്ഷെ ഒക്കെ കുറേ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാത്തോസും സുഡാപ്പയും കൂടി പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ വാതിലടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദിലു വരുന്നില്ല കേട്ടോ. ഞങ്ങൾ മൂന്നാൾ മാത്രമാണ് പോണത്. ദിലുവിന് കളിയുടെ ജ്വരം പിടിച്ചു എന്ന് പറയാം. അപ്പോൾ അത് കാരണം കൊണ്ട് വരുന്നില്ല, ഞങ്ങൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അധികം സാധനങ്ങളും മേടിക്കാനില്ല കേട്ടോ. പാത്തോസിന് കുറച്ച് വളയും മാലയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഓട്ടോറിക്ഷ വന്നു, ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇതാണ് കട. ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ പോയ സമയത്ത് വേറൊരു കസ്റ്റമറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. അപ്പോഴേക്ക് ജസ്റ്റ് ഞങ്ങളന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വളകളൊക്കെ ഒന്ന് നോക്കി വന്നു. അപ്പോൾ സുഡാപ്പിക്ക് ഒരു മോതിരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വാങ്ങണം. പിന്നെ പാത്തോസിനുള്ള ഐറ്റംസാണ് കേട്ടോ, വളയും മാലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പെരുന്നാളായിട്ട് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവളുടെ വളയൊന്നും അങ്ങനെ ഇടില്ല, ഇട്ട് കൊടുത്താലും ഒക്കെ ഊരി കളയുള്ളൂ. അപ്പോൾ എന്തായാലും പെരുന്നാളുടെ ദിവസം പുതിയത് പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടി വെച്ചിട്ട് അങ്ങനെ മേടിക്കാമെന്ന് വെച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മാല ഞങ്ങൾ കുറേയൊക്കെ സെലക്ട് ചെയ്തു, പക്ഷേ അവൾക്ക് വലിയ മാലയാണ് ഒക്കെ കേട്ടോ. അപ്പോൾ ഭംഗിയുള്ളതൊക്കെ കാണാൻ നല്ല വലിപ്പമുള്ള മാലകളാണ്, പക്ഷെ അവൾക്കത് പറ്റില്ലല്ലോ. കഴുത്തിൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഞാൻ ചെറിയ മാലകളൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് ആവശ്യം വലുതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അധികം ചെറുതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു മാല മാത്രമേ എടുക്കുള്ളൂ ചെറുത്, ബാക്കി ഒക്കെ വലുതാണ്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മാല എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാല, അതിൻ്റെ ഒരു നീല കളർ കേട്ടോ. പിന്നെ ഇതൊന്നും അവളുടെ കയ്യിലുണ്ട് വീട്ടിൽ, പിന്നെ അങ്ങനെ ഇടുന്നില്ല, അവൾ യൂസ് ചെയ്യണില്ല കേട്ടോ. പറഞ്ഞാൽ അത് മേടിക്കില്ല. പിന്നെ ഈ 2 വളയാണ് എടുത്തത് അവളുടെ ഡ്രസ്സിന് മേച്ചായിട്ട്. നീലയും ബ്ലൂ ആണ് എടുത്തത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു കമ്മലാണ് എടുത്തത്. അപ്പം തിരിച്ചിപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കമ്മൽ മാത്രമേ, ഈ സെറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് വെള്ളയും പച്ചയാണല്ലോ, അപ്പോൾ അതിലേക്ക് വെള്ള കമ്മലാണ് എടുത്തത് കേട്ടോ. പിന്നെ പാത്തോസിൻ്റെ ഈ നീലയും വെള്ളയും വളയാണ് എടുത്തത്. പിന്നെ ഇത് ചുറ്റുവള ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് നാൾ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഇത് മേടിക്കാൻ പോകണമെന്ന്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് കുറേ നാൾ നിൽക്കും ചെയ്യും കേട്ടോ അവളെ കയ്യിൽ. ഇതങ്ങനെ പൊട്ടിച്ച് കളയാറില്ല കേട്ടോ ചോദ്യം. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, മാറ്റങ്ങൾ വരികയല്ലേ വലുതാകുന്നതിനനുസരിച്ച്. പിന്നെ ഈ 2 മാലയാണ് അവൾക്ക് എടുത്തത് കേട്ടോ. ബാക്കിയൊക്കെ അവളെ കഴുത്തിലിടുമ്പോൾ വലുതായി കിടക്കുക. ഇതന്നെ ആ നീലമാലേൻ്റെ ഭയങ്കര വലുപ്പത്തിലാണ് കിടക്കണം, എന്നാലും അവളെ ഇഷ്ടത്തിന് എടുത്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് തലയിൽ 2 ഭാഗത്ത് കെട്ടി കൊടുക്കാനായിട്ടും. പിന്നെ ഇത് ദിലുവിനുള്ള മോതിരമാണ് കേട്ടോ. പിന്നെ സുഡാപ്പിയുടെ കയ്യിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് വള കേട്ടോ. അപ്പോൾ വള ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടി തൽക്കാലം മേടിച്ചിട്ടുള്ള വളയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കടയിൽ നിന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കുഴിയതായിരുന്നു. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഞാൻ കൊള്ളി ഇതേപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ചിക്കൻ കുറച്ച് മാത്രം, ആകെ കുറച്ച് വെച്ചുള്ളൂ കേട്ടോ, നമുക്ക് വൈകുന്നേരം കഴിക്കാൻ മാത്രമായിട്ട്. അപ്പോൾ നാളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.